വിശുദ്ധ ഖുർആൻ എന്നത് മനുഷ്യ ജീവിതത്തെ ഭൂമിയിലുള്ള ഒരു യാത്രയായി മാത്രം കാണുന്നില്ല. അതിലുപരിയായി പാരത്രികമായ ശാശ്വതമായ ഒരു ജീവിതത്തെ പരിചയപ്പെടുത്തുന്നതായി കാണാൻ പറ്റും. ഭൂമിയിലേക്ക് പറഞ്ഞയക്കപ്പെടുമ്പോൾ മനുഷ്യനോട് വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തിയ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തിയ കാര്യം 28-ാം അധ്യായം സൂറ അൽ ഖസസിലെ 77-ാം സൂക്തത്തിൽ ഉണർത്തുന്നത് ശ്രദ്ധേയമാണ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وابتغ فيما آتاك الله الدار الآخرة ولا تنس نصيبك من الدنيا وأحسن كما أحسن الله إليك ولا تبغ الفساد في الأرض ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ മുഫ്സിദീൻ. ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു സദസ്സിലെ സംസാരത്തിൻ്റെ പ്രാരംഭം മുതൽ സൂചിപ്പിക്കപ്പെട്ട വിഷയങ്ങളെല്ലാം ചേർന്നു വരുന്ന അടിവരയിടപ്പെട്ടിട്ടുള്ള വചനമാണ് ഖസസിലെ 77-ാം അധ്യായം. ഇവിടെ മാത്രമല്ല, മനുഷ്യൻ തനിക്ക് നൽകപ്പെട്ട എല്ലാ അനുഗ്രഹങ്ങളെയും തൻ്റെ ഭൗതികവും പാരത്രികവുമായ ജീവിതത്തിന് ഗുണം ഭവിക്കും വിധത്തിൽ പ്രയോജനപ്പെടുത്തണമെന്നും അതിനേതെല്ലാം മാർഗങ്ങൾ സ്വീകരിക്കണമെന്നും കൃത്യമായി ഈ വചനം പഠിപ്പിച്ചിട്ടുണ്ട്. നിനക്ക് നൽകപ്പെട്ട എല്ലാം വബ്തഗി ഫീമാ ആതാകല്ലാഹു ദാറൽ ആഖിറ, നിനക്ക് നൽകപ്പെട്ട നിൻ്റെ കണ്ണുകളും കാതുകളും, അലം നജ്അൽ ലഹു ഐനൈൻ വലിസാനൻ വശഫതൈൻ വഹദൈനാഹുൻ നജ്ദൈൻ. ഇങ്ങനെ ഒരുപാട് ആയത്തുകൾ ഇതുമായി ചേർത്ത് നമ്മൾ വായിക്കേണ്ടതുണ്ട്. അങ്ങനെ നൽകപ്പെട്ട എല്ലാം തന്നെ, നിൻ്റെ സമ്പത്ത്, നിൻ്റെ ഭൗതികമായ വിഭവങ്ങൾ, ഇവയെല്ലാം, നിനക്ക് കിട്ടുന്ന അവസരങ്ങൾ, ഇതെല്ലാം നിൻ്റെ മരണാനന്തര ജീവിതത്തിലേക്കുള്ള ഒരു പാഥേയമായി കൂടെ നീ കാണേണ്ടതുണ്ട് എന്ന് പഠിപ്പിക്കുമ്പോൾ വിശുദ്ധ ഖുർആനിൻ്റെ എതിരാളികളോ ശത്രുക്കളോ വിശുദ്ധ ഖുർആനിനെ ദുർവ്യാഖ്യാനിക്കുകയോ തെറ്റിദ്ധരിപ്പിക്കുകയോ ഒക്കെ ചെയ്യുന്ന ആളുകൾക്ക് ഖുർആനിൻ്റെ കൃത്യമായ ലക്ഷ്യത്തെ മനസ്സിലാക്കാൻ കഴിയും എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് തന്നെയാണ് 610-632 കാലയളവിൽ അവതീർണമായ വിശുദ്ധ ഖുർആൻ 1415 വർഷങ്ങൾ പിന്നിട്ടിട്ടും അതിൻ്റെ യൗവനം ചോർന്നു പോകാതെ നിഴലിച്ചു നിൽക്കുന്നത് എന്ന് കാണാൻ കഴിയും. ഇന്ന് വിശ്വാസം, ധാർമ്മികത, സാമ്പത്തികം, നിയമം, ശാസ്ത്രം, അങ്ങനെ തുടങ്ങി എല്ലാ വിഷയങ്ങളിലും ഖുർആനിൻ്റെ ദിശാസൂചനകൾ ഇന്നും പ്രസക്തമാണ്, ഒട്ടും അപ്രസക്തമായിട്ടില്ല. സാർവകാലികവും സാർവലൗകികവുമാണ് എന്ന് ചുരുക്കം. അതേപോലെ തന്നെ ഖുർആൻ മാനവരാശിയുടെ ആഗോള ഉന്നമനമാണ് ലക്ഷ്യം വെക്കുന്നത് എന്നുകൂടെ ചേർത്തു വെക്കാവുന്നതാണ്. 8-ാം അധ്യായം ഖുർആനിനെ വായിച്ചു പോരുന്ന, സൂറ അൽ ഫാത്തിഹ മുതൽ വായിച്ചു പോരുന്ന ഏതൊരു മനുഷ്യനും 8-ാം അധ്യായം എത്തുമ്പോൾ അവൻ്റെ ഒരു സംശയം തീർത്തു കൊടുക്കുകയാണ്. ഒരുപാട് സംശയങ്ങൾ തീരുന്നതിനപ്പുറം വളരെ വ്യക്തമായി വിശ്വാസി സമൂഹത്തെ, ഖുർആനിനെ വിശ്വസിച്ച് തുടങ്ങുന്ന ഒരു മനുഷ്യനെ, അതല്ലെങ്കിൽ അള്ളാഹുവിനെ മനസ്സിലാക്കി വിശ്വസിച്ച് തുടങ്ങുന്ന ഒരു മനുഷ്യനെ, വ്യക്തിയെ, വായനക്കാരനെ, ശ്രോതാവിനെ കേൾപ്പിക്കുകയാണ്, ചിന്തിപ്പിക്കുകയാണ്. യാ അയ്യുഹല്ലദീന ആമനുസ്തജീബൂ ലില്ലാഹ് ഇസ്തജീബൂ ലില്ലാഹി വലിർറസൂലി ഇദാ ദഅാകും ലിമാ യുഹ്യീകും. വിശുദ്ധ ഖുർആൻ നിങ്ങൾക്ക് ജീവസ്സു നൽകുന്ന കാര്യത്തിലേക്ക് മാത്രമാണ് ക്ഷണിച്ചിട്ടുള്ളത്. നേരത്തെ സൂചിപ്പിക്കപ്പെട്ടിട്ടുള്ള അധാർമികതകളായിരുന്നാലും, മാതാവിൻ്റെ ഘാതകനാക്കി മകനെ മാറ്റിയ ലഹരിയുടെ പ്രശ്നമായിരുന്നാലും,
15 വയസ്സുകാരിക്ക് ജന്മം നൽകാൻ 14 വയസ്സുകാരൻ കാരണക്കാരനായതിൻ്റെ പിന്നിലും എല്ലാം ഉള്ളത് ലഹരിയാണ്. ആ ലഹരിയെക്കുറിച്ചും വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു. അത് പൈശാചികതയാണ്. ഖുർആൻ വായിച്ചു തുടങ്ങുന്ന മനുഷ്യൻ ഇത് കാണുകയാണ്. ഹംറായ, മനസ്സിനെ മറക്കുന്ന, ബുദ്ധിയെ മറച്ചു കളയുന്ന, എന്നിട്ട് എന്തു തിന്മകളും ചെയ്യാവുന്ന തരത്തിലേക്ക് അവനെ അന്ധനാക്കി കളയുന്ന റിജ്സും മിൻ അമലി ശൈത്താൻ ഫജ്തനിബൂഹു എന്ന് വിശുദ്ധ ഖുർആൻ പറയാണ്. ഖുർആൻ വായിക്കുന്ന ആളുകൾക്ക് കൃത്യമായി കാണാൻ കഴിയും. ഇന്ന് ലോകം നേരിടുന്ന സാമൂഹികവും സാമ്പത്തികവും പാരിസ്ഥിതികവും രാഷ്ട്രീയവുമായ ഏത് പ്രശ്നങ്ങൾക്കും വിശുദ്ധ ഖുർആനിൽ കൃത്യമായ പരിഹാരമുണ്ട്. കടുത്ത ദാരിദ്ര്യം, സാമ്പത്തികമായ തകർച്ച, സാമൂഹികമായ തലങ്ങളിൽ കാണുന്ന അഴിമതികൾ, ഇവിടെയെല്ലാം വിശുദ്ധ ഖുർആനിൻ്റെ കൃത്യമായ മാർഗദർശനങ്ങളെ നമുക്ക് കാണാൻ കഴിയും. അവിടെയാണ് സൂചിപ്പിക്കപ്പെട്ടിട്ടുള്ളത് ഖുർആനിൽ കച്ചവടം ഹലാലാണ്, കച്ചവടം ചെയ്യാം. അത് ഉഭയസംതൃപ്തിയോടുകൂടെയുള്ള കച്ചവടമാകുമ്പോൾ അത് വളരെ സന്തോഷകരമാണ്, അഭിവൃദ്ധിയുണ്ടാകും, പരസ്പരം സ്നേഹവും സൗഹാർദ്ദവും വളരും. കച്ചവടം ഹലാലാണ്. എന്നാൽ പലിശ അത് ഹറാമാണ്. വിശുദ്ധ ഖുർആൻ അത് കൃത്യമായി പഠിപ്പിക്കുകയാണ്. പരസഹായം ഓരോ വ്യക്തിയുടെയും ബാധ്യതയാണ്. അതേപോലെ തന്നെ നിർബന്ധമായ ദാനധർമ്മം അനിവാര്യമാണ് സമൂഹത്തിൽ. അത് സംഘടിതമായി തന്നെ നടത്തപ്പെടണം. വിശുദ്ധ അതിനെയും കൃത്യമായി ഓർമ്മപ്പെടുത്തി. ധനികർ മാത്രം ആധിപത്യം ഉറപ്പിക്കുന്ന പുതിയ നവീനമായ സാമ്പത്തിക ആസൂത്രണങ്ങളിലെ അനീതിയെ വിശുദ്ധ ഖുർആൻ വിളിച്ചു വിശദീകരിക്കുന്നുണ്ട്. വിശ്വാസി സമൂഹത്തിൻ്റെ ഗുണഗണങ്ങളെ വിശദീകരിക്കുന്നിടത്തൊരു അധ്യായത്തിൽ നമുക്ക് കാണാൻ കഴിയും. അവരുടെ ഗുണങ്ങൾ, ശ്രേഷ്ഠതകൾ എണ്ണി പറയുമ്പോൾ വല്ലദീന ഫീ അംവാലിഹിം ഹഖ്ഖുൻ മഅലൂം, അവരുടെ ധനത്തിൽ, അവരോരോരുത്തരും സമ്പാദിച്ച ധനത്തിൽ അവരുടെ മറ്റുള്ളവർക്കുള്ള ബാധ്യത, അവകാശം, ഹക്ക് ഉണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഹക്കുൻ ലിസ്സായിലി വൽ മഹ്റൂം. ചോദിച്ചു വരുന്ന ആളുകളുണ്ട്. സാന്ദർഭികമായ പ്രയാസങ്ങൾ വരുമ്പോൾ ചോദിച്ചു വരുന്ന ആളുകളുണ്ട്. കടം ചോദിക്കും, കൊടുക്കാൻ ആരുമില്ല. ആ മനുഷ്യൻ പലിശ ഇടപാടിലേക്ക് മാറിപ്പോകുന്നു. മറിച്ച് തൻ്റെ അക്കൗണ്ടിൽ 10,000 ഉള്ളപ്പോൾ തന്നോട് കടം ചോദിച്ചു വരുന്ന ഒരു മനുഷ്യന് കൊടുക്കാതെ ആ 10,000 അതല്ലെങ്കിൽ ലക്ഷങ്ങളെ അവിടെ തന്നെ അനക്കാതെ വെക്കുന്ന ഒരു മനുഷ്യൻ, അയാൾ എന്ത് ഈമാൻ പറഞ്ഞാലും ഇസ്ലാം പറഞ്ഞാലും മുസ്ലിമോ മുഅ്മിനോ ആകുന്നില്ല എന്ന് വിശുദ്ധ ഖുർആനിൻ്റെ കൃത്യമായ ധാർമ്മിക അധ്യാപനത്തെ ലോകത്തിൻ്റെ മുമ്പിൽ, വായനക്കാരൻ്റെ മുമ്പിൽ വരച്ച് കാണിക്കുകയാണ്. ഹക്കുൻ മഅലൂം, നിശ്ചിതമായ കൃത്യമായും ഒരു മാർഗം അവിടെയുണ്ട്, ബാധ്യതയാണ് അവരെ സംബന്ധിച്ചിടത്തോളം. ലിസ്സായിലി വൽ മഹ്റൂം, തടയപ്പെട്ട ജീവിതം, തടയപ്പെട്ട ഉപജീവനമാർഗം, തടയപ്പെട്ട ജോലി നഷ്ടപ്പെട്ടു പോയ, രോഗം ബാധിച്ചെല്ലാം വിറ്റ് ചികിത്സ തേടേണ്ടി വന്നിട്ടുള്ള ഒരുപാട് കുടുംബങ്ങൾ അയൽപ്പക്കങ്ങളിലുണ്ട്, നമ്മുടെ കുടുംബങ്ങളിലുണ്ട്, നമ്മുടെ മഹല്ലുകളിലുണ്ട്, മറ്റു നാടുകളിലുണ്ട്. ഇതറിയാനുള്ള മാർഗങ്ങൾ ഇന്നുണ്ട്. അവരിലേക്ക് സഹായം എത്തിച്ചു കൊടുക്കുക എന്നത് ബാധ്യതയാണ്, മനുഷ്യൻ്റെ, വിശ്വാസിയുടെ ബാധ്യതയാണ് എന്ന് ഖുർആൻ കൃത്യമായി പഠിപ്പിക്കുകയാണ്. 9-ാം അധ്യായം സൂറ തൗബയിൽ കാണാം. ഫക്കീറുകളായ ആളുകൾ, ഫുഖറാക്കൾ, മിസ്കീൻ, മസാക്കീനുകളായ ആളുകൾ, അതേപോലെ തന്നെ മുഅല്ലഫത്തുൽ ഖുലൂബ്, ഹൃദയം അള്ളാഹുവിലേക്ക് അടുക്കപ്പെട്ടിട്ടുള്ള ആളുകൾ, അതുപോലെ തന്നെ ബന്ധനസ്ഥരായ ആളുകൾ, അതുപോലെ തന്നെ കടത്തിൽ പ്രയാസപ്പെട്ടു പോയവർ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യാത്ര ചെയ്യുന്ന അതല്ലെങ്കിൽ യാത്രക്കാരായ ആളുകൾ, അവരുടെ യാത്രാവേളകളിൽ അനുഭവപ്പെടുന്ന പ്രയാസങ്ങളിൽ അങ്ങനെയുള്ളവർ, അതുപോലെ തന്നെ മറ്റ് ഒരുപാട് 5-8 വിഭാഗം ആളുകളെ പഠിപ്പിച്ചു. നിർബന്ധമായ ദാനധർമ്മം അവരിലെല്ലാം അങ്ങനെയുള്ളവരിൽ എത്തിയിരിക്കണം എന്ന് വിശ്വാസത്തിൻ്റെ അടിസ്ഥാനപരമായ സ്തംഭങ്ങൾ എണ്ണിപ്പറഞ്ഞിടത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂചിപ്പിച്ചു. വിശുദ്ധ ഖുർആനിൻ്റെ പ്രത്യേകതയായി അതും നമുക്ക് കാണാം. ജ്ഞാനസമ്പാദനം, അതേപോലെ തന്നെ ഗവേഷണം പ്രാധാന്യം നൽകിയത് നമുക്ക് കാണാൻ കഴിയും. വിശുദ്ധ ഖുർആനിൻ്റെ അവതരണാരംഭം അറിവാന്വേഷണത്തെക്കുറിച്ചും ഗവേഷണത്തെക്കുറിച്ചും അറിവ് പ്രസരിപ്പിക്കുന്നതിനെക്കുറിച്ചും അത് എഴുതി രേഖപ്പെടുത്തുന്നതിനെക്കുറിച്ചുമാണ് പറയുന്നത് എന്ന് കാണുമ്പോൾ വിശുദ്ധ ഖുർആൻ
വിജ്ഞാനത്തിനും വൈജ്ഞാനികമായ ഗവേഷണത്തിനും മനുഷ്യനെ ദൈവനിഷേധത്തിൽ നിന്നും നാസ്തികതയിൽ നിന്നും യഥാർത്ഥ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്ന ഒരു മാർഗമായാണ്, ആയുധമായാണ് പഠിപ്പിക്കുന്നത്. വിശുദ്ധ ഖുർആനിലെ ഒട്ടേറെ സ്ഥലങ്ങളിൽ കാണാൻ കഴിയുന്ന പ്രയോഗങ്ങളുണ്ട്. ഫഹൽ മിൻ മുദ്ദക്കിർ, എന്നിട്ടും കുറ്റാലോചിക്കുന്നവരില്ലേ, ചിന്തിക്കുന്നില്ലേ? അഫലാ തഅഖിലൂൻ അഫലം യതദബ്ബറു അലം യദബ്ബറു അം അലാ ഖുലൂബിൻ അഖ്ഫാലുഹാ, അവരുടെ ഹൃദയങ്ങൾക്ക് പൂട്ടിടപ്പെട്ടിരിക്കുന്നുവോ എന്ന് ചോദിക്കുന്ന സ്ഥലങ്ങളും വിശുദ്ധ ഖുർആനിൽ കാണാൻ കഴിയും. അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ. അതിലാണ് 39-ാം അധ്യായം സൂറത്തു സുമറിലെ 9-ാം വചനത്തിൽ രാത്രികാലങ്ങളിൽ അള്ളാഹുവിൻ്റെ മുമ്പിൽ സാജിദൻ വഖായിമൻ, സുജൂദ് ചെയ്ത് നിന്ന് നമസ്കരിക്കുന്ന വിശ്വാസി സമൂഹത്തിൻ്റെ പ്രത്യേകത എണ്ണി പറയുമ്പോൾ അതിൻ്റെ അടയാളമായി സൂചിപ്പിച്ചത്, അള്ളാഹുവിലേക്ക് അടുക്കുന്ന, അള്ളാഹുവിൻ്റെ മഹാത്മ്യത്തെ മനസ്സിലാക്കുന്ന ആളുകളുടെ അടയാളമായി പറഞ്ഞത് അവർ അറിവുള്ളവരാണ് എന്ന. ഖുൽ ഹൽ യസ്തവില്ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂൻ, അറിവുള്ളവരും അറിവന്വേഷിക്കുന്നവരും അറിവില്ലാത്തവരുമായ ആളുകൾ ഒരിക്കലും ഒരുപോലെയല്ലല്ലോ എന്ന്. കാരണം അറിവില്ലായ്മ, അജ്ഞത മനുഷ്യനെ തെറ്റായ വിശ്വാസങ്ങളിലേക്ക് നയിക്കും. ആ തെറ്റായ വിശ്വാസം ആ മനുഷ്യനെ അന്ധവിശ്വാസങ്ങളിലേക്ക് ചെന്നെത്തിക്കും. അന്ധവിശ്വാസത്തിലൂടെ നിർഭയത്വം അന്യമാവുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ ആ വിഷയത്തെ അടിവരയിട്ട് സൂചിപ്പിക്കുകയാണ്. ഞാൻ അവസാനിപ്പിക്കുകയാണ് സഹോദരങ്ങളെ. മനസ്സിനെ ശരിയായ നിലയിൽ നയിക്കുന്ന ഈ ദിവ്യ പ്രഭാവത്തെ അനുഗമിക്കണം എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് വിശുദ്ധ ഖുർആനിൻ്റെ വെളിച്ചത്തിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് ഖുർആൻ പഠിക്കണമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് എൻ്റെ അല്പസമയത്തെ സംസാരം ഞാൻ അവസാനിപ്പിക്കുന്നു. വആഖിറു ദഅവാന അനിൽ ഹംദു ലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.